എക്സ്പീരിയൻസിനനുസരിച്ചിരിക്കും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതാദ്യം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. എവറി സ്ട്രീംസ് ഹാവ് ഹൈ പേയിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇഫ് യു 5 കൊല്ലം മുന്നേ സ്കോപ്പും ഡിമാൻഡും ഞങ്ങൾ പറയുന്ന കോഴ്സിന് നിന്നെ കൊണ്ട് +2 റിസൾട്ട്സ് വെയിറ്റ് ചെയ്യണോ നിങ്ങൾ? ടെൻഷൻ ഉണ്ടാവില്ലേ? പക്ഷെ അതിനേക്കാൾ കൂടുതൽ ടെൻഷനായിരിക്കും ഇനി ഞങ്ങൾ ഏത് കരിയർ ചൂസ് ചെയ്യണം. വീട്ടിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാകും. എന്തിനാണ് പോകുന്നത്, അവിടെ കൊണ്ടുപോയി ചേർക്കട്ടെ, ഇവിടെ കൊണ്ടുപോയി ചേർക്കട്ടെ, ഫുൾ ഒരു പ്രഷറിൻ്റെ ടൈമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കോഴ്സിന് നിന്നെ കൊണ്ടുപോയി ചേർക്കും. അതൊക്കെ കുറേ കേൾക്കേണ്ടി വരും. അപ്പോൾ സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏത് സ്ട്രീമിലായിക്കോട്ടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ആവട്ടെ, ഇൻഫോർമേഷൻസ് ഒക്കെ ലിമിറ്റഡ് ആയിരുന്നു. ഗൂഗിളിൽ പോയിട്ടൊക്കെ സെർച്ച് ചെയ്യേണ്ടിമായിരുന്നു അന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. എന്ത് ചോദിച്ചാലും നമുക്ക് എന്തിനും ഉത്തരമുണ്ട്. ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്. സോ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ചെറിയ ഓവർവ്യൂ എല്ലാ സെക്ഷൻസും ഞാനൊന്ന് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 സ്ട്രീംസിനെ പറ്റിയിട്ട് ഒരു സിംഗിൾ വീഡിയോയിൽ പറഞ്ഞു പോകാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു സിംഗിൾ വീഡിയോയിൽ തീർക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നത്, അതാദ്യം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. സോ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബ് ഏതാ അത് ഓപ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. എത്രയൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ജോയിൻ ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു സാലറി കൂടി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സാലറി കണ്ട് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞതുകൊണ്ടാവരുത് നിങ്ങളുടെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ യുവർ സ്കിൽ, യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡ്സ്. അതിനെക്കുറിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡിമാൻഡ്സ് ഉണ്ടാവുക എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഒരു 5 കൊല്ലം മുന്നേ സ്കോപ്പും ഡിമാൻഡും ഉള്ള ഒരു കോഴ്സിന് 5 കൊല്ലത്തിന് ശേഷം ചിലപ്പം അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ്സും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ദ ലൈഫ് സ്റ്റൈൽ യു നീഡ് ടു ലിവ്. എങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടം, വേണ്ടത്, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കരിയർ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റി, ലൈക്ക് എത്ര മീൻസ് എമൗണ്ട്, എത്ര ഫിനാൻഷ്യലി നിങ്ങൾക്കത് ഫീസിബിൾ ആണോ, അത് പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണോ, അതൊക്കെ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ കാലത്ത് ഒരു ലോ സാലറി സ്ട്രീം ഇല്ല. എവറി സ്ട്രീംസ് ഹാവ് ഹൈ പേയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇഫ് യു ബിൽഡ് യുവർ സ്കിൽസ് പ്രോപ്പർലി. നന്നായിട്ട് നമ്മൾ നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രീം ആയിക്കോട്ടെ, ഏത് ജോബ് ആയിക്കോട്ടെ, എന്നും ഡിമാൻഡ് ഉണ്ടാകും. അതാണ് റിയാലിറ്റി. സയൻസ് സ്ട്രീം പഠിച്ച ആളുകൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓപ്റ്റ് ചെയ്തത് തന്നെ ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കിടെക്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊക്കെ ആയിരിക്കും. സോ ഞാനിവിടെ കൊടുക്കാം എഞ്ചിനീയറിംഗ് ഫീൽഡ്സിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് ഫീൽഡുകളിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്കോപ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീസിൽ നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സായിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. റിസർച്ച്, അതുപോലെ സെൽഫായിട്ട് സ്റ്റാർട്ടപ്സ് ചെയ്യാം, അല്ല കൺസ്ട്രക്ഷൻ കമ്പനീസ്, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാകും. സോ ഇതിന് മെയിനായിട്ട് കുറച്ച് എക്സാംസ്, എൻട്രൻസ് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. JEE മെയിൻ, ബിറ്റ്സാറ്റ്, അതുപോലെ കുറച്ച് മെയിൻ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇത് ക്രാക്ക് ചെയ്ത് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജസിൽ പഠിക്കാൻ പറ്റും. നല്ലോണം മാത്സും അത്യാവശ്യം നന്നായിട്ട് വരക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ആർക്കിടെക്റ്റ് ആവാനാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ ഡിസൈനിങ്, അർബൻ പ്ലാനിങ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടി അറ്റൻഡ് ചെയ്യേണ്ട എക്സാംസ് നാറ്റ, JEE. ഈ എക്സാംസ് അറ്റൻഡ് ചെയ്ത് നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കോളേജസിൽ കിട്ടും. ഇനി പറയുന്നത് ഏവിയേഷൻ കാറ്റഗറിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. കമേഴ്ഷ്യൽ പൈലറ്റ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, ക്യാബിൻ ക്രൂ, ഇങ്ങനെയുള്ള ജോബ്സൊക്കെ നമുക്ക് PCM പഠിച്ചാൽ കയറാവുന്നതാണ്. അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടാകും. പക്ഷേ ട്രെയിനിങ് പീരീഡിൽ ലൈക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫിനാൻഷ്യലി. കമ്പ്യൂട്ടർ ആൻഡ് IT കരിയേഴ്സ് അടുത്ത കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് എത്തിക്കൽ ഹാക്കർ ആകാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക്, അപ്പോൾ തന്നെ ആപ്പ് ഡെവലപ്പിംഗ് ഇഷ്ടമുള്ള ആളുകൾ, ഗെയിം ഡെവലപ്പേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കോഴ്സ് നല്ലതായിരിക്കും. വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് കരിയേഴ്സ് ആണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് കരിയേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്ത ആളുകൾ NDA, ഇന്ത്യൻ എയർഫോഴ്സ്, മെർച്ചൻ്റ് നേവി, SSR, കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണെന്ന്
ഇനിയാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് പകരം ബയോളജി ഓപ്റ്റ് ചെയ്ത് പഠിച്ച സയൻസ് വിദ്യാർത്ഥികളുടെ കരിയർ സ്കോപ്സിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത്. സോ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് MBBS. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ MBBS കോഴ്സിന് മാത്രമാണ് ഏറ്റവും നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് എന്നുള്ളതല്ല. MBBS 5 കൊല്ലം പ്ലസ് PG കൂടി കഴിഞ്ഞ് അത്യാവശ്യം സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പെർമനൻറ്റ് സ്റ്റേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അത്രയും വർഷം നമുക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവണം. എല്ലാവരും 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഡോക്ടറാക്കാം, എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് എന്ന് പറഞ്ഞ് പോയി ചൂസ് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. ഈവൻ നമ്മളുടെ മൈൻഡിൽ പോലും നമ്മൾക്കും അങ്ങനെ ഒരു ഇതുണ്ട്, ഏറ്റവും ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബാണെന്ന് പറഞ്ഞ് നമ്മളും ചൂസ് ചെയ്യും. ആഫ്റ്റർ ഓൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും വൺ സൈഡ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പോയിട്ട് ചൂസ് ചെയ്യരുത്. പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് എത്ര വർഷമുണ്ട്, ഏതൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ഫൈനൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. MBBS, BDS, BAMS, BHMS, BUMS. ഇപ്പോൾ BUMS ഒക്കെ എന്താണെന്ന് ചോദിക്കും, യുനാനി, അതൊക്കെ ലൈക്ക് ഇതിൻ്റെ ഫുൾ ഫോംസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എല്ലാ കോഴ്സസിനുമുള്ള ഒരു കോമൺ എക്സാമാണ് നീറ്റ്, അതായത് ഇപ്പോൾ അടുത്ത് നടന്ന നീറ്റ് എക്സാമിനേഷൻ. ആൻഡ് ഞാനൊരു BDS വിദ്യാർത്ഥിനി ആയതുകൊണ്ട് ഐ ക്യാൻ സേ ദാറ്റ് BDS ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെറ്റ് യുവർ ക്ലിനിക്സ് ബൈ യുവർ ഓൺ. കരിയറിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, സർജൻ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച ആളുകൾക്ക് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ളൊരു വിഭാഗം. ഭൂരിഭാഗം ഇങ്ങനെയുള്ള കോഴ്സസിനോട് താല്പര്യമില്ലാത്ത ആളുകൾ, അതായത് മെഡിക്കൽ കോഴ്സസ് ഇഷ്ടമാണ് പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിലും അലൈഡ് ഹെൽത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അത് പോയി ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാനിവിടെ കൊടുക്കാം. BSc നഴ്സിംഗ് ശരിക്കും MBBS പഠിക്കുന്നവരുടെ അത്രയും തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ആൻഡ് റേഡിയോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ അനസ്തേഷ്യ, മെഡിക്കൽ ലാബ് ടെക്നോളജി, MLT. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സസൊക്കെയാണ് മെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസിൽ. ഫാർമസി ജോബ്സ് ആണ് നിങ്ങൾക്കിഷ്ടം, അതിന് പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫാർമസിയിൽ BPharm വരുന്നുണ്ട്, PharmD വരുന്നുണ്ട്. PharmDയും MBBS പോലെ തന്നെ അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ട്. ഫാർമസി പഠിച്ച ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ ഫാർമസീസിൽ നിൽക്കാം, അതുപോലെ ഡ്രഗ് റിസർച്ചേഴ്സ് ചെയ്യാം, ഫാർമ കമ്പനീസിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എന്നും നമുക്കൊരു മനുഷ്യനെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫാർമ കമ്പനീസൊക്കെ ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബയോടെക്നോളജി ആൻഡ് റിസർച്ചിൽ ബയോടെക്നോളജി, ജെനറ്റിക്സ്, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ ലാബ് റിസർച്ചസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ, ജെനറ്റിക് കൗൺസിലേഴ്സ് ആവാൻ താല്പര്യമുള്ളവർ, ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒക്കെ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. വെറ്റിനറി സയൻസസിൽ നമുക്ക് വരുന്നത് ആനിമൽ റിസർച്ച്, പെറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അതിലേക്കൊക്കെ BVSc, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്. അപ്പോൾ അതൊക്കെ വെറ്റിനറി സയൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു കരിയർ ഓപ്റ്റ് ചെയ്യാം. മെഡിക്കൽ കോഴ്സസിന് എന്നും ഡിമാൻഡ് ഉണ്ടാകും. പക്ഷേ എന്നു വിചാരിച്ചിട്ട് നിങ്ങൾ മെഡിക്കൽ കോഴ്സസ് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പഠിക്കാനെന്നുണ്ടെങ്കിൽ മാത്രം, ലൈക്ക് സയൻസ് ഇഷ്ടമാണ്, സബ്ജക്റ്റ് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സയൻസ് ഓപ്റ്റ് ചെയ്യുക. ലൈക്ക് ഇങ്ങനെ ഈ പറഞ്ഞ കോഴ്സസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാം. സാലറി എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എല്ലാത്തിലും ഒരേപോലേക്കും. എപ്പോഴും നമുക്ക് സാലറി കിട്ടുന്നത് നമ്മുടെ സ്കിൽസ് ആൻഡ് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടേക്കും സാലറി കിട്ടുന്നുണ്ടാവുക. സോ ഇത്രയൊക്കെ ഉള്ളൂ സയൻസ് സ്ട്രീമിൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.